ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പിടിയും കോഴിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റിലുള്ള പിടിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കടായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഇതിലേക്ക് തേങ്ങ ചിരകിയതും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടി എല്ലാം നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പൊടി ഇടുന്ന വശം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ചൂടാറാൻ വയ്ക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഏത് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും പിടി ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ചെറിയ ബോൾസ് ആയിട്ടാണ് ഇവിടെ ഉരുട്ടിയെടുക്കുന്നത്. ഞാൻ ഈ ഒരു സൈസിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റാണ് ഞാനിവിടെ സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ പിടിയൊക്കെ നന്നായിട്ട് സ്റ്റീമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു ഉരുളിയിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് കൂട്ടത്തിൽ തന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്തിട്ടുള്ള പിടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് കുറുക്കി വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കുറുക്കി വരട്ടെ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കുക. പിടിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ചൂടാറി കഴിഞ്ഞപ്പോൾ നമ്മുടെ പിടിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായി വരും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പിടി വരുന്നത്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. പിടി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ നമുക്ക് പിടി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത ശേഷം നല്ല ടേസ്റ്റിലുള്ള എരിവുള്ള നല്ല ചിക്കൻ കറി നമുക്കിതുപോലെ സെർവ് ചെയ്യാം. നല്ല എരിവുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഇതിന് മാച്ച് ആകുന്നത്. ഞാനിവിടെ തേങ്ങാപ്പാലൊക്കെ വെച്ച് ഉണ്ടാക്കി ചിക്കൻ കറിയാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പിടിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.